ഈ ഒരു മിഷന്റെ ഉദ്ദേശം നിങ്ങൾ പല സ്ഥലത്തുനിന്ന് പഠിച്ച കാര്യങ്ങളുണ്ടാകാം, പക്ഷെ അതൊരു ഓർഗനൈസ് ചെയ്ത് നിങ്ങളെ ഒരു സിംഗിൾ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. സോ അതിനുവേണ്ടി നമുക്ക് ഇന്ന് ഇപ്പോൾ വീഡിയോ ആഡാണ് ഏറ്റവും പോപ്പുലറായിട്ട് റിസൾട്ട് കൊണ്ടുതരുന്നത്. അത് മെറ്റാ ആഡ്സും അതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട്സും അത് തന്നെയാണ് പറയുന്നത്. സോ നമുക്ക് ഇന്ന് വീഡിയോ എങ്ങനെ ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായി നമ്മൾ ഹുക്ക് ക്രിയേറ്റ് ചെയ്തു, ദെൻ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തു. അതേപോലെ കഴിഞ്ഞ ദിവസം നമ്മളൊരു ബൂസ്റ്റ് പോസ്റ്റ് കൊടുത്ത് എങ്ങനെ ഫേസ്ബുക്കിൽ ക്യാഷ് മുടക്കി ഒരു റിസൾട്ട് കണ്ടെത്താം എന്നും കൂടെ ജസ്റ്റ് നമ്മൾ പഠിച്ചു. ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന എല്ലാവരും തുടക്കം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഒരു ക്ലാസ് എഗെയിൻ നെക്സ്റ്റ് മന്തും കൂടി ആകുമ്പോഴത്തേനും നിങ്ങളൊരു പ്രോ ലെവലിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് നിങ്ങളെ ചെയ്യാൻ ഏബിൾ ആക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പോൾ അതേപോലെ സാറ് പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്, വീഡിയോ ആഡിൻ്റെ കിട്ടുന്ന റിസൾട്ട്. അതേപോലെ സാറ് ഏകദേശം 2x വീഡിയോ ആഡിന് എത്ര സ്പെൻഡ് ചെയ്യുന്നു അതിൻ്റെ ഇരട്ടിയോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റി, പ്രോഫിറ്റ് നേടിയെടുക്കാൻ പറ്റി. അതും നമുക്കുള്ള നല്ലൊരു ഇൻസ്പിറേഷനാണ്. കാരണം ആ ഒരു സ്വന്തമായിട്ട് പഠിച്ച് 2x റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു മെത്തേഡ് അതും കൂടെ ഫോളോ ചെയ്യുമ്പോൾ മിനിമം ഒരു 5x പ്രോഫിറ്റ് എങ്കിലും ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾ ഓരോ സ്റ്റുഡൻസിനും പറ്റും. ഈ ഒരു മിഷൻ്റെ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ച ആ ഹുക്ക് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ ഹുക്ക് എക്സാക്ട്ലി കസ്റ്റമറുടെ മനസ്സിൽ കസ്റ്റമറുടെ ഇമോഷനെ ടച്ച് ചെയ്യുന്നതായിരിക്കണം. സോ ഹിറ്റ്ക്ലിക്സിൻ്റെ മാർക്കറ്റിംഗ് തിയറി തന്നെയാണ് നമ്മളെ DDD മാർക്കറ്റിംഗ് എന്ന് പറയും, ഡിസയർ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ്. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എപ്പോഴെങ്കിലും നിങ്ങളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് വാങ്ങുന്നത് മുഴുവനായിട്ടും ലോജിക്കലി ആണോ എന്ന്. ഒരു ഉദാഹരണം പറയാം. അപ്പോൾ നിങ്ങൾ ഒന്ന് തിങ്ക് ചെയ്യുക, നിങ്ങളുടെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഇമോഷൻ, ദാറ്റ് മീൻസ് ഉദാഹരണം പറയാം, ഇപ്പം ഈ ഒരു ക്ലാസ്സിൽ തന്നെ ജോയിൻ ചെയ്ത സമയത്ത് നിങ്ങളുടെ ബിസിനസ് നിങ്ങൾക്ക് ഉയർച്ചയിലേക്ക് എത്തിക്കാം എന്നൊരു പ്രതീക്ഷ, ആ ഒരു എക്സ്പെക്റ്റേഷൻ അല്ലെങ്കിൽ ആ ഒരു ഹോപ്പ്, ആ ഹോപ്പിൻ്റെ ബേസിലാണ് നിങ്ങൾ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്തത്. ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഡിസയർ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിൻ്റെ തിയറി. നമ്മളെല്ലാവരും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റോ സർവീസോ വാങ്ങുന്നത് നമ്മുടെ ഒരു ഇമോഷൻ്റെ ബേസിലാണ്. അതിനുശേഷമാണ് നമ്മൾ ലോജിക്കലി ചെയ്യുന്നത്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ്, ഒരു ഡ്രസ്സ് വാങ്ങാൻ, ഇപ്പോൾ അടുത്ത ഓണം വരുവാണ്. അപ്പോൾ ഓണത്തിനൊരു ഡ്രസ്സ് വാങ്ങുമ്പോൾ അത് നമ്മുടെ റിലേറ്റീവ്സിനായാലും നമ്മുടെ ഫാമിലിക്കായാലും നമുക്ക് സ്വന്തമായാലും നമ്മൾ ആ ഡ്രസ്സ് വാങ്ങുമ്പോൾ നമ്മളെ അല്ലെങ്കിൽ ഈ ഡ്രസ്സ് ഇടുന്ന ആളെ ആ ഓണത്തിൻ്റെ ദിവസം കാണുന്ന ഒരു ഫീലുണ്ട് നമ്മുടെ മനസ്സിൽ, ഒരു ഹാപ്പിനെസ്. ആ ഇമോഷന് വേണ്ടിയാണ് നമ്മൾ ആ ഗിഫ്റ്റ് കൊടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് തന്നെ വാങ്ങിക്കൊടുക്കുന്നത്. കാരണം ആ ഒരു ഡ്രസ്സ് നമ്മൾ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കോൺഫിഡൻ്റ് ഉണ്ട്. സോ ഇങ്ങനെയാണ് ഓരോരോ ബിസിനസ്സും ശരിക്കും വർക്കാവുന്നത്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കസ്റ്റമർ സൈക്കോളജി പഠിപ്പിച്ചത്. കാരണം അങ്ങനെ അറിഞ്ഞാൽ നിങ്ങൾക്ക് ChatGPT തരുന്നതിനേക്കാളും ഒരു പടിക്ക് മേലെ ചിന്തിക്കാൻ പറ്റും. അല്ലെങ്കിൽ ChatGPT തരുന്ന ഹുക്ക് അല്ലെങ്കിൽ ഒരു പോസ്റ്റർ, അപ്പോൾ അതിൽ ഇന്നൊരു എലമെൻറ്റും കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് ചിന്തിക്കാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഹിറ്റ്ക്ലിക്സിൻ്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഡിസയർ ഡ്രിവൺ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ അതിൻ്റെ കോർ ഫോർമുല പറഞ്ഞു തരാം. അട്രാക്റ്റ് ഇൻ 3 സെക്കൻഡ്. നമ്മുടെ ഒരു പോസ്റ്റർ, വീഡിയോ ഒരു കസ്റ്റമറുടെ മുമ്പിലൂടെ പോകുമ്പോൾ ആദ്യത്തെ 3 സെക്കൻഡിൽ അവർക്ക് ആ വീഡിയോ ആയിട്ട് ഒരു അട്രാക്ഷൻ തോന്നണം, ഒരു കണക്ഷൻ തോന്നണം. പിന്നെ അവരുടെ പ്രശ്നങ്ങളെയോ അല്ലെങ്കിൽ അവരുടെ ഫീലിങ്ങിനെ അത് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അവരുടെ പ്രോബ്ലംസ് മാത്രമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഫീലിങ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു സ്റ്റോറി അതിലുണ്ടാവണം. അപ്പോൾ സ്റ്റോറി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പണ്ടൊക്കെ പറഞ്ഞ പോലെ പണ്ടൊരു സ്ഥലത്ത് സംതിങ് അങ്ങനെയല്ല. ഒരു പിക്ചർ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ കണ്ടു, പോസ്റ്റർ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഒരു സ്റ്റോറിയാണ് ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ആ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു പോസ്റ്ററിൽ സിംപിളി നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ആദ്യത്തെ 3 സെക്കൻഡിൽ നമ്മുടെ കസ്റ്റമറെ നമ്മൾ കണക്ട് ചെയ്തു. ദെൻ അവരെ ഇമോഷൻ ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി അതിലുണ്ടാവണം. പിന്നെ ഫൈനലി നമുക്ക് എന്താ വേണ്ടത്? ഇത് രണ്ട് കസ്റ്റമർ ഹാപ്പി ആവും. ഫൈനലി നമുക്ക് വേണ്ടത് അവർ നമ്മുടെ പ്രൊഡക്റ്റ് സർവീസ് വാങ്ങണം, ഇതെനിക്ക് വേണം എന്ന് ഒരു ചിന്ത അവർക്ക് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പം ഞാൻ മേടിച്ചാലേ എനിക്കിത് കിട്ടുള്ളൂ. ഇതാണ് ഹിറ്റ്ക്ലിക്സിൻ്റെ സ്ട്രാറ്റജി ഫോർമുല. അതുകൊണ്ടാണ് DDD മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് കസ്റ്റമറെ അട്രാക്ട് ചെയ്യുക. ഇത് നിങ്ങളൊന്ന് മനസ്സിരുത്തി ഉരുവിട്ട് പഠിക്കുക എന്ന് തന്നെ പറയാം. ആദ്യത്തെ 3 സെക്കൻഡ് കൊണ്ട് കസ്റ്റമറെ അട്രാക്ട് ചെയ്യുക. അടുത്തത് അവരുടെ ഇമോഷനെ ടച്ച് ചെയ്യുന്ന ഒരു സ്റ്റോറി ഉണ്ടാക്കുക. ദെൻ ഫൈനലി അവരെ ബൈ ചെയ്യാൻ വേണ്ടി ടെംപ്റ്റ് ചെയ്യുക, പ്രേരിപ്പിക്കുക.
അപ്പോൾ അവർ ബൈ ചെയ്യണമെന്ന് വിചാരിച്ചാലും നമ്മുടെ കാര്യങ്ങൾ ലിങ്ക് ആണെങ്കിലും വാട്സപ്പ് നമ്പർ ആണെങ്കിലും ഇമെയിൽ ആണെങ്കിലും അതെല്ലാം അതിൻ്റെ ചുവട്ടിൽ നമ്മൾ കൊടുത്തിരിക്കണം. ആ കൊടുക്കുമ്പോഴാണ് അവരുടെ കണക്ഷൻ ബ്രേക്ക് ആവുന്നതിന് മുമ്പ്. അത് കുറഞ്ഞ സെക്കൻഡേ ഉള്ളൂ അവർ ആ ഇമോഷണലി കണക്റ്റ് ആയിരിക്കുന്ന ആ സ്റ്റോറിയിൽ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദെൻ അവർ നമ്മളുടെ അടുത്ത് നിന്ന് ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യും. ഇത് ആൻഡ്രോയിഡിൽ പ്ലേ ചെയ്യുന്ന വീഡിയോ, ആ വീഡിയോ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത് കണ്ടോ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, മെനി സ്ലൈഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഏകദേശം ഇത്രയും സ്ലൈഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്തൊരു ചെറിയ റിസോർട്ടിൻ്റെ ഒരു വർക്ക് കാണിച്ചു തരാം. ഈ വീഡിയോസ് നിങ്ങൾക്ക് കാണുന്നില്ലേ? സോ ഇത് കുറച്ചും കൂടെ ഫുൾ സ്ക്രീനിൽ കാണിച്ചു. അടുത്തൊരു വീഡിയോ, ഒരു ലേഡി നടന്നു വരുന്നു. ഹിറ്റ് ക്ലിക്സ് ഫൗണ്ടേഴ്സ് ക്ലബിലേക്ക് സ്വാഗതം.